ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീൻ ഇസ് ഈക്വൽ ടു 26 ആണ്, മീഡിയൻ എന്ന് പറയുന്നത് 14 ആണ്, മോഡ് എന്ന് പറയുന്നത് 7 ആണ്. എങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്ക്യൂഡ് ആണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ്ലി സ്ക്യൂഡ്, സിമെട്രിക്കൽ, നൺ ഓഫ് ദി അബവ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഡു യു റിമെമ്പർ? ഓക്കെ, സോ ഇവിടെ നമ്മൾ ആക്ച്വലി നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സീരീസ് തരുന്നു. ആ സീരീസില് അതിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് എല്ലാം തുല്യമാണെന്ന് വിചാരിക്കാം. മീൻ വാല്യൂ, മീഡിയൻ വാല്യൂ, മോഡ് വാല്യൂ എല്ലാം തുല്യമാണെങ്കിൽ, ഇപ്പൊ ഇവിടെ 12 ആണെങ്കിൽ ഇതും 12, ഇതും 12, സോ ഓൾ ഓഫ് ദം ആർ ഈക്വൽ അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സിമെട്രിക്കൽ എന്നാണ്. എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സിമെട്രിക്കൽ എന്നായിരിക്കും. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിന് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. അതായത് ഇതിനൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് ആണ് വരുന്നത്. ഇതിനൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഒരു സീരീസ് എടുത്ത് വരയ്ക്കുന്നു. സീരീസ് എടുത്ത് വരയ്ക്കുന്ന സമയത്ത് മീന്റെ വാല്യൂ മീഡിയന്റെ വാല്യൂവിനെക്കാളും മോഡിന്റെ വാല്യൂവിനെക്കാളും, അതേപോലെ മീഡിയന്റെ വാല്യൂ മോഡിന്റെ വാല്യൂവിനെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇതിനെ നമ്മൾ റൈറ്റ് വേർഡ് സ്ക്യൂഡ് എന്നാണ് പറയുന്നത്. റൈറ്റ് വേർഡ് സ്ക്യൂഡ്, അതായത് ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ചരിവായിരിക്കും കാണുന്നത്. ഇവിടെ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയന്റെ വാല്യൂ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയും. ഇനി സപ്പോസ് മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ മീഡിയൻ, അതേപോലെ തന്നെ ഇറ്റ് ഇസ് ലെസ് ദാൻ മോഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ചരിവായിരിക്കും കാണുന്നത്. അതായത് മീനിന്റെ വാല്യൂ മീഡിയന്റെ വാല്യൂവിനെക്കാളും അതുപോലെ തന്നെ മോഡിന്റെ വാല്യൂവിനെക്കാളും ലെസ് ആയിരിക്കും. ലെസ് ആവുന്ന സമയത്ത് അതിനൊരു ലെഫ്റ്റ് വേർഡ് സ്ക്യൂഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ചരിവ് കാണിക്കുന്നതിനെയാണ് ഈ സ്ക്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാ വരികയാണ്? പോസിറ്റീവ്ലി ആണോ, നെഗറ്റീവ്ലി ആണോ, സിമെട്രിക്കൽ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ ശരിയായ ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ മീനിന്റെ വാല്യൂ 26 ആണ്, മീഡിയന്റെ വാല്യൂ 14 ആണ്, മോഡിന്റെ വാല്യൂ 7 ആണ്. അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയന്റെ വാല്യൂവിനെക്കാളും മോഡിന്റെ വാല്യൂവിനെക്കാളും ഹയർ ആണ്. അങ്ങനെ ആവുമ്പം ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ പറയൂ, ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഏതായിരിക്കും ശരിയായ ഉത്തരം? എ ആണ് ശരിയായ ഉത്തരം അല്ലെ? കാരണം ഞാൻ പറഞ്ഞു ഇവിടെ എ വരുമ്പോ, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ട് വരുന്ന സമയത്ത് മീനിന്റെ വാല്യൂ മീഡിയന്റെ വാല്യൂവിനെക്കാളും മോഡിന്റെ വാല്യൂവിനെക്കാളും ഹയർ ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ഇസ് ദേർ എനി ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, എക്കണോമെട്രിക്സിന്റെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എക്കണോമെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. Given another question, given the demand function P is equal to 20 minus 2Q. Given the demand function P is equal to 20 minus 2Q, the average revenue, you are asked to find average revenue and marginal revenue. Average revenue ഉം marginal revenue ഉമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. At Q is equal to 3. Quantity നമുക്ക് തന്നിട്ടുണ്ട്. Quantity value എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. P is equal to 20 minus 2Q തന്നിട്ടുണ്ട്. Average revenue and marginal revenue ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. Q is equal to 3. ഇങ്ങനെയാണ് നമുക്ക് അവിടെ നൊട്ടേഷൻ തന്നിട്ടുള്ളത്. സോ ഇത് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 6 and 12, ഓപ്ഷൻ ബി 7 and 12, ഓപ്ഷൻ സി 8 and 14, ഓപ്ഷൻ ഡി 11 and 15. ഓപ്ഷൻ എ 6 and 12, ഓപ്ഷൻ ബി 7 and 12, ഓപ്ഷൻ സി 8 and 14, ഓപ്ഷൻ ഡി 11 and 15 ആണ് വരുന്നത്. സോ ഇവിടെ ഇത് സോൾവ് ചെയ്യാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. P is equal to 20 minus 2Q ആണ്. നമുക്കറിയാം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P into Q ആണ്. ഓർക്കുക, P എന്ന് പറഞ്ഞാൽ 20 minus 2Q ആണ്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ P into Q ആണ്. ടോട്ടൽ റവന്യൂ ഈക്വൽസ് P നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു 20 minus 2Q into Q ആണ്. So which will give you 20 into Q, 20Q minus 2Q into Q, 2Q square.
So this is your third one. Now you are asked to find average revenue. Average revenue എങ്ങനെ കാണുക? That is total revenue by output. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ക്യൂ അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ക്യൂ എന്ന് തന്നെ ഞാൻ പേരിട്ടു. ഇവിടെ എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ക്യൂ എന്ന് തന്നെയാണ്, അതുകൊണ്ട് ക്യൂ എന്ന് തന്നെ ഞാൻ പേരിട്ടു. 20Q minus 2Q square by Q. So 20Q by Q minus 2Q square by Q. So Q ഉം Q ഉം വെട്ടിപ്പോയി. 20 minus Q ഒരു Q ഉം വെട്ടിപ്പോയി. 2Q. Q എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്ര Q? 3 ആണ്. സോ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്യുന്നു. 20 minus 2 into 3. 20 minus 6. ആൻസർ വിൽ ബി 40. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു? എന്റെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് എനിക്കിവിടെ 14 ആണെന്ന് എന്തായി കിട്ടിക്കഴിഞ്ഞു. സോ ഇവിടെ ആവറേജ് റവന്യൂ എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് ഇറ്റ് ആസ് 20Q minus 2Q square by Q ആണ് വരുന്നത്. 20Q എന്ന് പറയുമ്പോൾ 20Q by Q minus 2Q square by Q. Q Q വെട്ടിപ്പോയി. സോ 20 minus 2Q ആണ് വരുന്നത്. സോ I just solve it. 20 minus 2 into 3, 20 minus 6, 14 കിട്ടും. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? മാർജിനൽ റവന്യൂ ആണ്. മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്ന ടോട്ടൽ റവന്യൂ പറയുന്നത്. മാർജിനൽ റവന്യൂ നമ്മൾ ടോട്ടൽ റവന്യൂവിന്റെ അകത്ത് നിന്നാണ് കണ്ടെത്തുക. ടോട്ടൽ റവന്യൂ 20Q minus 2Q square ആണ്. മാർജിനൽ റവന്യൂ പറയുന്നത് ഇറ്റ് ഇസ് ഡിഫറൻസിയേഷൻ ഓഫ് ടോട്ടൽ റവന്യൂ ആണ്. സോ 20 D by DQ of Q. അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ശരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് റൂൾ ആണ്, പിന്നെയുള്ള ബാക്കി പാർഷൻ എഴുതണമെന്നില്ല. മൈനസ് 2 D by DQ of Q square. സോ മാർജിനൽ റവന്യൂ ഈക്വൽസ് നമുക്കിവിടെ ക്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ക്യൂയുടെ വാല്യൂ 3 ആണ്. നമുക്കറിയാം D by dx of x. എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. സോ D by DQ of Q. ക്യൂവിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതും അത് 1 തന്നെ ആയിരിക്കും. എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്, അതുപോലെ ക്യൂവിന്റെ ഡിഫറൻസിയേഷൻ 1 തന്നെ ആയിരിക്കും. സോ 20 into 1 minus 2 into നമുക്കറിയാം x raised to n ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് nx raised to n minus 1 ആണ്. x raised to n ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് nx raised to n minus 1 ആണ്. സോ q raised to 2 ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ n ന്റെ പൊസിഷന് പകരം 2 ആണ് വരുന്നത്. സോ we are just substituting it. 2q raised to 2 minus 1. So the answer will be 2q. അപ്പൊ എങ്ങനെ കിട്ടി? 20 മൈനസ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2q, അതായത് 4q എന്ന് ആൻസർ കിട്ടി. സോ 20 മൈനസ് 4 into qയുടെ വാല്യൂ ഇവിടെ 3. സോ 20 മൈനസ് 4 into 3 is equal to 12. So the answer will be 8. So 14 ഉം 8. Option C will be your right answer. Am I clear? Clear for all? വ്യക്തമാണോ? Clear ആണോ? Is it clear, friends? Should I repeat? Repeat ചെയ്യണോ? Clear ആണോ? Repeat ചെയ്യണോ? Repeat ചെയ്ത് തരാം. Repeat ചെയ്യണോ? Please respond. Kamila ma'am, Priyesh sir, Apita ma'am, Shahida ma'am, Usman sir. Repeat ചെയ്യണോ? Repeat ചെയ്ത് തരാം. Is it clear? Okay, ശരി.